ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിങ്ങുമാണ്. എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷനും കൂടെ ഈ ഒരു PDF-നകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സിംഗിൾ ഫേസ് AC മോട്ടോഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണിത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ വർക്കിങ്ങും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് മെത്തേഡും പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടറാണ് സിംഗിൾ ഫേസ് മോട്ടർ എന്നുള്ളത്. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്നുള്ളത് പല ഉപകരണങ്ങളിലും നമുക്ക് ഈസി ആയിട്ട് സ്പീഡ് കൺട്രോളും അതുപോലെ തന്നെ ചെറിയ പവർ മുതൽ വലിയ റേറ്റഡ് പവർ വരെ തരാൻ കഴിയുന്നതുമായിട്ടുള്ള, അതായത് ടോർക്ക് തരാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു മോട്ടോർ സെറ്റാണ് ഈ സിംഗിൾ ഫേസ് AC മോട്ടോഴ്സ് എന്നുള്ളത്. സിംഗിൾ ഫേസ് AC, അതായത് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നുള്ളത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ പല യൂസുകളായിട്ട് വരുന്നത്, അതായത് ഹോം പർപ്പസിനാണെങ്കിൽ, ഓഫീസ് ഫാം പർപ്പസിനാണെങ്കിൽ, ഫാക്ടറി ആണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കേസുകളിലൊക്കെ തന്നെ ഈ ഒരു സിംഗിൾ ഫേസ് AC മോട്ടോഴ്സിൻ്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ടാണ്. അതായത് അത് ഉപയോഗിക്കുന്ന ഭയങ്കര വൈഡായിട്ടാണ് അതിൻ്റെ ഉപയോഗത്തിൻ്റെ ആ റേഞ്ച് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല പവറുകളിലായിട്ട് നോർമലായിട്ട് മോട്ടോറുകൾ മേടിക്കുന്ന സമയത്ത്, കൊമേഴ്ഷ്യലി മേടിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നമ്മൾ HP റേറ്റിംഗ് വെച്ചിട്ടാണ് പറയുക. അതായത് ഇത്ര ഹോഴ്സ് പവർ എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ സാധാരണയായിട്ട് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോറും, അതായത് ഒരു HP മുതൽ 1.5 HP 2 HP അങ്ങനെ ആ ഒരു ലെവലിൽ ഉപയോഗിക്കുന്ന മോട്ടോർ മുതൽ വലിയ ഹോഴ്സ് പവറുള്ള, അതായത് 10 HP വരെയുള്ള ഇൻഡക്ഷൻ മോട്ടോറുകൾ സിംഗിൾ ഫേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ പ്രത്യേകത എന്നുള്ളത്. വൈഡ് വെറൈറ്റി അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ഹോഴ്സ് പവർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു മെഷീൻ്റെ മേലെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ശരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 സ്ട്രക്ചറായിട്ടാണ്. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും സിംഗിൾ ഫേസ് എന്നല്ല, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും കമ്മ്യൂട്ടേറ്റർ മോട്ടോഴ്സുമായിട്ടാണ് കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് ഉണ്ട്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സായിട്ടും കമ്മ്യൂട്ടേറ്റർ മോട്ടോഴ്സുമായിട്ടാണ്. അപ്പോൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറും കമ്മ്യൂട്ടേറ്റർ മോട്ടോറുമായിട്ടാണ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഏത് തരത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞ പോലെ വൈഡ് വെറൈറ്റി ഓഫ് ഹോഴ്സ് പവർ റേറ്റിങ്ങിൽ അറിയപ്പെടുന്നുണ്ട്. എത്രയാണ് 1.5 to 3 അത് അങ്ങനെ തുടങ്ങിയിട്ട് 10 HP വരെയുള്ള റിക്വയർമെൻറ്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റിൽ വരുന്ന മോട്ടോറുകൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഹോഴ്സ് പവേഴ്സുമായിട്ട് വരുന്നത്, അതായത് ഫുൾ ഹോഴ്സ് പവർ അല്ലാതെ നമുക്കിപ്പോൾ 1.5 ആ റേഞ്ച് വരെ നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇൻഡക്ഷൻ മോട്ടോറിനെ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറും കമ്മ്യൂട്ടേറ്റർ മോട്ടറുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ എത്രയ്ക്കാണെന്നുള്ളതും അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റർ മോട്ടോഴ്സ് എത്രയ്ക്കാണെന്നുള്ളത്, ഇത് ശരിക്കും ഈ ഒരു പല വെറൈറ്റി വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ബേസിലാണ്. അതായത് സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും സാധാരണ മോട്ടോർ പോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പോലെയോ DC മോട്ടോർ പോലെയോ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് മോട്ടോഴ്സ് അല്ല ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നുള്ളത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നമുക്ക് സ്റ്റാർട്ടർ ഇല്ലാതെയും ഡയറക്റ്റ് പതുക്കെ കറണ്ട് കൂട്ടി കൊടുന്ന് കറണ്ട് പതുക്കെ ഇൻക്രീസ് ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നേരെ മറിച്ച് ഇതുപോലത്തെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡൊന്നും ഇതിൽ വില പോകില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസിൽ ഇതിന് ചെറിയൊരു സെൽഫ് സ്റ്റാർട്ടിങ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അതായത് അതൊരു സിമ്മട്രിക്കൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ് അത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സ്റ്റാർട്ടർ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടർ മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഈ ഒരു പ്രത്യേകത
വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വളരെ സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ആണ് വരുന്നത്. അതായത് സ്പീഡ് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോട്ടറാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ ചിലവ് മീൻസ് കോസ്റ്റ്, ഇത് ഉണ്ടാക്കുന്ന കോസ്റ്റ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് അങ്ങനത്തെ ഒക്കെ വളരെ കുറവായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് വൈഡായിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറും കമ്മ്യൂട്ടേറ്റർ മോട്ടറും ആയിട്ടാണ് രണ്ടെണ്ണമായിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മൾ ഏതൊക്കെ ഫർദർ ക്ലാസിഫിക്കേഷനാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ടർ റണ്ണ്, ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണ്, പെർമനൻറ്റ് കപ്പാസിറ്റർ മോട്ടേഴ്സ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ടർ റണ്ണ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റണ്ണ്, ഷെയ്ഡഡ് പോൾ മോട്ടോഴ്സ്, സ്റ്റെപ്പർ മോട്ടോഴ്സ്, അത്രയാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ പറയുന്നത്. ഇതിൽ സ്റ്റാർട്ട് റണ്ണ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെറ്റും റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെറ്റും, ആ ഒരു റൺ ചെയ്യുന്നത് ഏത് സെറ്റിലാണ് അല്ലെങ്കിൽ ഏതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന കമ്മ്യൂട്ടേറ്ററും മോട്ടോർ എന്നുള്ളതിൽ രണ്ട് ടൈപ്പ്, റിപ്പൾഷൻ മോട്ടോഴ്സും അതുപോലെ തന്നെ സീരീസ് മോട്ടറുമായിട്ടാണ് ഇത് വരുന്നത്. ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് കമ്മ്യൂട്ടേറ്റർ മോട്ടോറിൽ വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓക്കെ. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് സാധാരണ പോലെ തന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ സ്റ്റേറ്ററിൽ 3 ഫേസിന് പകരം സിംഗിൾ ഫേസ് കൊടുക്കും. അതിനനുസരിച്ച് അവിടെ ഒരു വൈൻഡിങ് ഉണ്ടാവും. അതിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് എന്താണ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള വൈൻഡിങ് വരും. പക്ഷേ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് വരുന്നത് അത് തിരിയാൻ തുടങ്ങുന്നൊക്കെ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ എന്ത് വരുന്നില്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നില്ല. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ അതിൻ്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേറ്ററിൽ 3 ഫേസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ 3 ഫേസ് സപ്ലൈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സിംഗിൾ ഫേസ് സപ്ലൈക്ക് പറ്റില്ല. ഇപ്പോൾ സിംഗിൾ ഫേസ് സപ്ലൈ നമ്മൾ 440 230 എത്രയാണെന്നുണ്ടെങ്കിലും ആ 230 വോൾട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ആ വൈൻഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈൻഡിങ്ങിൽ 230 വോൾട്ടിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് എന്തിനു പറ്റുന്നില്ല, പുതുതായിട്ടൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഈ AC ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആൾട്ടർനേറ്റിംഗ് ആണ്. അതായത് അതിൻ്റെ പോൾസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്, പോൾസിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം മാറുന്നുണ്ട് ഫ്രീക്വൻസി അനുസരിച്ച്. പക്ഷേ എന്ത് മാറുന്നുണ്ടാവില്ല, ഇത് റൊട്ടേറ്റിംഗ് അല്ല. അപ്പോൾ റൊട്ടേറ്റിംഗ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലായിരുന്നു റോട്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോട്ടറിനകത്ത് പുതിയൊരു വോൾട്ടേജ് EMF ഇൻഡ്യൂസ് ചെയ്തതും കറണ്ട് ജനറേറ്റ് ചെയ്തതുമൊക്കെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. റോട്ടർ എന്നുള്ള വെറും വൈൻഡിങ് ഒരു സർക്കുലർ ലൂപ്പിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുകയുള്ളൂ, വേറെ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. 3 ഫേസ് പോലെ തന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ തന്നെയാണ് സിംഗിൾ ഫേസിൻ്റെ റോട്ടറും വരുന്നത്. പക്ഷേ റോട്ടർ കണ്ടക്ടേഴ്സിൽ കറണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് കറണ്ട് ജനറേറ്റ് ചെയ്യില്ല, കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് ഫ്ലോ ചെയ്യും, സാധാരണ പോലെ തന്നെ ഫ്ലോ ചെയ്യും. പക്ഷേ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. കാരണം മാഗ്നറ്റിക് ഫീൽഡിന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടക്ടർ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സാധാരണയായിട്ട് ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ടാവും, ഒരു ഫോഴ്സ് ഡെവലപ്പ് ആവും. പക്ഷേ ആ ഫോഴ്സ് ഇവിടെയും അതുപോലെ ഡെവലപ്പ് ആവും. പക്ഷേ ഇവിടെ ഡെവലപ്പ് ആവുന്ന ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കാരണം ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക്, റൊട്ടേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആയിട്ടാണ് പോവുക. അതായത് രണ്ട് ടോർക്ക്, ഓരോ കണ്ടക്ടേഴ്സിലും അവിടെ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ടോർക്ക് ബാലൻസ്ഡ് ആയിട്ട് മാറും. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്ക്വിറൽ കേജ് റോട്ടറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൽ സിംഗിൾ ഫേസ് AC കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിക്കുന്നുണ്ട്, കാരണം റോട്ടറിൽ ഒരു ഫ്ലക്സ്, റോട്ടറിൽ കറണ്ട് ഒഴുകിയിട്ട് ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ഫ്ലക്സും മെയിൻ ഫ്ലക്സും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ടിങ് എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിൽ ഈ ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് അവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയുള്ളൂ. അത് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സാധനം കൂടി ചെയ്ത് കൊടുക്കണം.
അപ്പോൾ കറങ്ങാത്തതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. രണ്ട് ഇതിലും കണ്ടക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെറ്റ് കണ്ടക്ടേഴ്സിൽ ഇൻവേർഡ് ആയിട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ ഒരു സെറ്റ് കണ്ടക്ടേഴ്സിന് ഔട്ട്വേർഡായിട്ട് കറണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്തിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ടോർക്കും ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടക്ടറിന് തിരിയാനുള്ള സാധ്യത, മീൻസ് റൊട്ടേഷൻ ചെയ്യാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ അനക്കം റോട്ടറിന് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇൻഡക്ഷൻ മോട്ടറുകൾ സാധാരണയായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആ ചെറിയ അനക്കം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഒരു പുഷ് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമുക്ക് മെക്കാനിക്കലി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു സെറ്റപ്പ് എന്ത് ചെയ്യണം, ഈ ഒരു മെഷീനിൽ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഇൻഡക്ഷൻ മോട്ടേഴ്സിന് രണ്ട് ടൈപ്പ് സ്റ്റേറ്റർ വൈൻഡിങ്ങുകളാണ് ഉണ്ടാവുക. അതായത് സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾ റൺ എന്നും സ്റ്റാർട്ട് എന്നും പറയുന്ന രണ്ട് ടൈപ്പിലാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്താണ് ഒരു വേരിയേഷൻ, അല്ലെങ്കിൽ ഈ റൺ എന്നും സ്റ്റാർട്ട് എന്നും പറയുന്ന വൈൻഡിങ്ങുകൾ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സുകൾ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ഇവിടെ എന്തുണ്ടാവുക, ഒരു ടോർക്കിൽ ഒരു വേരിയേഷൻ വരുന്നത്. അതായത് ടോർക്ക് ബാലൻസ്ഡ് അല്ലാതെ ആവുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമാണ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് വർക്കിംഗ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ടോർക്കിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് രണ്ട് കണ്ടക്ടേഴ്സിലും, രണ്ട് സെറ്റിലും. പക്ഷേ രണ്ട് സെറ്റിൽ കണ്ടക്ടേഴ്സിലും കാണിച്ചു കഴിഞ്ഞാലും ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് മോട്ടോർ വിത്ത് വൺ വൈൻഡിങ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ഡയറക്ഷനിൽ വരുന്ന ടോർക്കും ഒരേ ഡയറക്ഷനിലാണ് രണ്ട് സൈക്കിളിലും ടോർക്ക് വരുന്നത്. പക്ഷേ അതുകൊണ്ടൊരു വേരിയേഷൻ അവിടെ ഇല്ല, അതുകൊണ്ട് ഇത് കറങ്ങുന്നില്ല. അപ്പോൾ ആ കറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ഫേസ് ആയിട്ട്, അതായത് എന്ത് ചെയ്യുക, സിംഗിൾ ഫേസിനെ രണ്ട് ഫേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിംഗ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്നും റൺ എന്നും വരുന്ന വൈൻഡിങ്ങൾ, അതായത് അതിന് നമ്മൾ വേറെ ഒന്നും കൂടി ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്നും മെയിൻ വൈൻഡിങ് എന്നും ഓക്സിലറി വൈൻഡിങ് എന്നും ആയിട്ടുള്ള കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും ഒരു ടൈപ്പിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെ ആ സ്റ്റേറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ അറേഞ്ച്മെൻറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ടറിൽ ആ അറേഞ്ച്മെൻറ്റിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, സിംഗിൾ ഫേസ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ടിലാണ് രണ്ട് ഫേസ് ഷിഫ്റ്റ് വരുന്നത്, അതായത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന രണ്ട് ഫ്ലക്സുകൾ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ആ ജനറേറ്റ് ആയ ഫ്ലക്സിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലക്സിലാണ് റോട്ടർ കണ്ടക്ടേഴ്സിൽ ഇപ്പോൾ രണ്ട് ഫേസ് ഷിഫ്റ്റിൽ വരുന്ന ഫ്ലക്സ് അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. സ്പ്ലിറ്റ് ഫേസ് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത ഫേസിനകത്ത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വരുന്ന രണ്ട് ഫ്ലക്സുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ രണ്ട് ഫ്ലക്സുകൾക്കിടയിലാണ് റോട്ടർ കണ്ടക്ടേഴ്സിൻ്റെ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം വേറെ റോട്ടർ ഫ്ലക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ മൂന്ന് ഫ്ലക്സുകളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ റൺ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും വരുന്നത് രണ്ട് കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനും റണ്ണിങ്ങിനും വേണ്ടിയിട്ട് രണ്ട് വൈൻഡിങ്ങുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ഫേസ് ഷിഫ്റ്റ് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫേസ് ഷിഫ്റ്റ് ഇല്ലാതെ തന്നെയാണ് എന്ത് ചെയ്യുക, ഇൻഡക്ഷൻ മോട്ടോർ റൺ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് അല്ലെങ്കിൽ വർക്കിംഗ് പറയാം. അപ്പോൾ മെയിൻ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്താണ്, റോട്ടർ ഈസ് ഓഫ് എ സ്ക്വിറൽ കേജ് ടൈപ്പ് ആൻഡ് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്വെപ്റ്റ് പാസ് ദ സ്റ്റേഷനറി റോട്ടർ ഇൻഡ്യൂസിങ് ആൻഡ് EMF ഇൻ ദ റോട്ടർ. നോർമലായിട്ട് ഇൻഡ്യൂസിങ് EMF ഉണ്ടായിരിക്കും. റോട്ടർ ബാസ് ഷോർട്ട് സർക്യൂട്ടഡ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോസ് ത്രൂ ദം ആൻഡ് ദേ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസിങ് ദ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സ്റ്റേറ്ററിൽ ആദ്യം ഉണ്ടായിരുന്ന റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ആ ഒരു ഒപ്പോസിഷൻ മൂവ്മെൻ്റ് ആണ് പിന്നെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ആവുന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ ഒപ്പോസിഷൻ കാരണം ഒരു റിപ്പൽഷൻ ഉണ്ടാവും. റോട്ടറും സ്റ്റേറ്ററും തമ്മിൽ, സ്റ്റേറ്റർ അവിടെ ഫിക്സ് ചെയ്തായതുകൊണ്ട് റോട്ടർ മാത്രമേ മൂവ് ചെയ്യൂ. അപ്പോൾ ആ ഒരു ചെറിയ പുഷാണ് പിന്നെ റോട്ടറിന് എന്ത് ചെയ്യുക, മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റോട്ടറിൽ വൈൻഡിങ്ങുകൾ എപ്പോഴും
സ്റ്റേറ്റർ വൈൻഡിങ്ങിന് പിന്നാലെ ആയിരിക്കും. അതായത് സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ ഫ്ലക്സ് എങ്ങനെയാണോ അതിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ദ റോട്ടർ സ്റ്റാർട്ട് റിവോൾവിങ് അറ്റ് ദ സെയിം ഡയറക്ഷൻ ഓഫ് ദി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്പ്ലിറ്റ് ഫേസിലൂടെ. അപ്പോൾ അതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എപ്പോഴും റോട്ടറും സ്ക്വിറൽ കേജ് മെഷീൻസിൽ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് റോട്ടർ കണ്ടക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക് യു.